ചാപ്റ്റർ 2 ന്യായ് കി കുർസി. ന്യായ് എന്നാൽ ജസ്റ്റിസ്, കുർസി എന്നാൽ സീറ്റ്. ന്യായ് കി കുർസി എന്നാൽ സീറ്റ് ഓഫ് ജസ്റ്റിസ്, അതായത് നീതിയുടെ ഇരിപ്പിടം. उज्जैन की प्राचीन और ऐतिहासिक नगरी के बाहर एक लंबा चौड़ा मैदान था. यहाँ वहाँ ठेले थे. एक दिन लड़कों का एक झुंड वहाँ खेल रहा था. एक लड़का कूदता फागता एक ठेले पर चढ़ गया. अचानक वह ठोकर खाकर गिर पड़ा. उसने इधर उधर देखा कि किस चीज से ठोकर लगी है. उसने एक बड़े चिकने पत्थर के अलावा और कुछ नहीं दिखा. वह उठकर गया और अपने मित्रों को बुलाकर वह शिला दिखाई. फिर शान से उस पर बैठकर बोला, एक सिंहासन है मेरा, मैं राजा हूँ और तुम सब मेरी दरबारी. तुम अपनी अपनी फरियाद लेकर आओ, फिर मैं उनका फैसला करूंगा. उज्जैन की प्राचीन और ऐतिहासिक नगरी के बाहर एक लंबा चौड़ा मैदान था. ഉജ്ജയിൻ എന്ന് പറയുന്ന ഒരു പ്രാചീൻ എന്നാൽ പുരാതനമായ, ഓർ ഐതിഹാസിക്, ഐതിഹാസിക് എന്നാൽ ഹിസ്റ്റോറിക്. ഉജ്ജയിൻ എന്ന് പറയുന്ന ആ നഗരത്തിൻ്റെ പുറത്ത് ഒരു വലിയ വിശാലമായ മൈതാനമുണ്ടായിരുന്നു. യഹാ വഹാം ഠേലേദേ, അവിടെ ഇവിടെയായിട്ട് കുറേ കുന്നുകളുണ്ടായിരുന്നു. ഏക് ദിൻ ലഡ്കോങ്ക ഏക് ചൂട്ട് വഹാ ഖേൽ രഹാ താ, ഒരു ദിവസം ആൺകുട്ടികളുടെ ഒരു കൂട്ടം അവിടെ കളിക്കുകയായിരുന്നു. ഏക് ലഡ്ക കുത്താ ഫാക്ത ഏക് ഠീലേ പർ ചढ़ ഗയ, ഒരു ആൺകുട്ടി കുത്താ ഫാക്ത എന്നാൽ ഓടിയും ചാടിയും, ഏക് ഠീലേ പർ ചढ़ ഗയ, ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ചാടിക്കയറിയിരുന്നു. അച്ചാനക് വഹ് ഡോക്കർ കാക്കർ ഗിർപട, അവൻ പെട്ടെന്ന് ഇടറി താഴേക്ക് വീണു. ഉസ്നെ ഇതർ ഉദർ ദേഖാ കി കിസ് ചീസ് സേ ठोकर ലഗി ഹെ, അവൻ ചുറ്റും നോക്കി ഞാൻ എന്തിൽ നിന്നാണ് താഴെ വീണതെന്ന്. ഉസ്കോ ഏക് ബഡേ ചിക്കനെ പത്തർ കെ അലാവ ഓർ കുച്ച് നഹി ദേഖാ, അവൻ അവിടെ ഒരു ബഡേ വലിയ ഒരു ചിക്നെ പത്തർ, ചിക്നെ എന്നാൽ സ്മൂത്തായ മിനുസമാർന്ന, ഒരു പത്തർ എന്നാൽ കല്ല്, ഒരു മിനുസമുള്ള ഒരു കല്ലല്ലാതെ മറ്റൊരു വസ്തുവും അവിടെ കണ്ടില്ല. ഉട്കർ ഗയ ഓർ അപ്പനെ മിത്രോം കോ ബുലാക്കർ വഹ് ശില ദിഖായി, അവൻ അവിടെ നിന്ന് പോയി അവൻ്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് ആ കല്ല് കാണിച്ചു കൊടുത്തു. ഫിർ ഷാൻസെ ഉസ് പർ ബൈഠ്കർ ബോല, എന്നിട്ട് അവൻ, ഷാൻസെ എന്നാൽ അഭിമാനത്തോടെ, അവൻ അഭിമാനത്തോടു കൂടി അതിൻ്റെ പുറത്ത് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു, യഹ് സിംഹാസൻ ഹേ മേര, ഇത് എൻ്റെ സിംഹാസനമാണ്. മേൻ രാജാഹും ഔർ തും സബ് മേരി ദർബാരി, ഞാൻ രാജാവാണ്, നിങ്ങളെല്ലാം എൻ്റെ കൊട്ടാരവാസികളും. തും അപ്പനി അപ്പനി ഫരിയാദ് ലേക്കർ ആവോ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ പരാതികൾ കൊണ്ടുവരൂ. ഫിർ മേം ഉൻക ഫൈസല കരൂങ്ക, എന്നിട്ട് ഞാൻ അതിൻ്റെ തീരുമാനം പറയാം. ദൂസരെ ലഡ്കോं को यह खेल पसंद आया. वे एक एक करके आते और कोई काल्पनिक फरियाद सुनाते. फिर जवाह बुलाए जाते, अपनी जवाही ली जाती. उसके बाद राजा बना हुआ लड़का उनसे सवाल करता और अपना फैसला सुनाता. इस खेल में उनको इतना आनंद आया कि वे रोज ही यह खेल खेलने लगे. शिकायतें सुनी जाती, अपराधी पेश किया जाते, बयान लिए जाते. फिर शिला पर बैठा हुआ लड़का अपना फैसला सुनाता. दूसरे लड़कों को यह खेल പസന്ത് ആയ, മറ്റുള്ള കുട്ടികൾക്ക് ഈ കളി നല്ല ഇഷ്ടമായി. വേ ഏക് ഏക് കർക്കെ ആത്തെ അവർ കോയി കാൽപ്പനിക് ഫരിയാദ് സുനാത്തെ, അവർ ഓരോരുത്തരായി ചെന്ന് അവരുടെ കാൽപ്പനിക് എന്നാൽ ഇമാജിനറി, ഒരു സാങ്കല്പികമായ ഫരിയാദ് സുനാത്തെ, ഫരിയാദ് എന്നാൽ പരാതി, പരാതി പറഞ്ഞു. ഫിർ ജവാഹ് ബുലായെ ജാത്തെ, വാഹ് എന്നാൽ സാക്ഷികൾ, അതിനുശേഷം സാക്ഷികളെ വിളിപ്പിച്ചു. ഉൻകി ജവാഹി ലീ ജാത്തി, എന്നിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. ഉസ്കെ ബാദ് രാജ ബനാ ഹുए ലഡ്ക ഉൻസെ സവാൽ കർത്ത ഔർ അപ്പന ഫൈസ്ല സുനാത്ത, അതിനുശേഷം രാജാവായിരിക്കുന്ന കുട്ടി അവരോട് ചോദ്യം ചോദിക്കുകയും വിധി പറയുകയും ചെയ്യും. ഇസ് ഖേൽ മേ മുൻകോ ഇത്തന ആനന്ദ് ആയാ കി വോ റോസ് ഹി യഹ് ഖേൽ ഖേൽത്തെ ലഗെ, കുട്ടികൾക്ക് ഈ കളി വളരെയധികം ഇഷ്ടമായി, അതുകൊണ്ട് അവർ ദിവസവും ഈ കളി കളിക്കാൻ തുടങ്ങി. शिकायतें सुनी जाती, अपराधी पेश किए जाते, बयान लिए जाते. फिर शिला पर बैठे हुए लड़का अपनी फैसला सुनाता, പരാതികൾ കേൾക്കുന്നു, അതിനുശേഷം അപരാധി പേഷ് കിയാ ജാത്തെ, കുറ്റവാളികളെ ഹാജരാക്കുന്നു. ബയാൻ ലിയെ ജാത്തെ, ബയാൻ എന്നാൽ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. ഫിർ शिला पर बैठे हुए ലഡ്ക അപ്പന ഫൈസല സുനാത്ത, അതിനുശേഷം ഈ കല്ലിലിരിക്കുന്ന കുട്ടി ഈ പരാതിയുടെ വിധി പറയുകയാണ്. बाद इधर उधर फैलने लगी. लोग लड़के की न्याय बुद्धि की सर्च करने लगे और कहने लगे कि अवश्य ही उस लड़के में कोई दैवी शक्ति है. एक दिन दो किसानों के बीच जमीन को लेकर झगड़ा उठ खड़ा हुआ. मामला गंभीर था. ठेले वाले लड़कों की इतनी चर्चा दी कि वे राजा के दरबार में जाने के बजाय उसी के पास गए और उसके अपने
झगड़े के बारे में बताया। लड़के ने बड़ी गंभीरता से दोनों किसानों के बयान सुने। उसके बाद उसने जो फैसला दिया उसे सुनाकर वे दंग रह गए. ബാത് ഇധർ ഉധർ ഫൈലിനെ ലഗി. ബാത് എന്നാൽ ന്യൂസിനെ കുറിച്ചുള്ള ന്യൂസ് ചുറ്റും പരക്കാൻ തുടങ്ങി. ലോക് ലഡ്കിക്ക് ന്യായബുദ്ധിക്ക് ചർച്ച കർണേ ലഗി. ആരെല്ലാം കുട്ടിയുടെ ന്യായബുദ്ധി എന്ന നീതിബോധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. മാത്രവുമല്ല അവർ പറയാൻ തുടങ്ങി ഈ കുട്ടിയുടെ ഉള്ളിൽ തീർച്ചയായും ഏതോ ഒരു ദൈവശക്തിയുണ്ടെന്ന്. एक दिन दो किसानों के बीच जमीन के लेकर झगड़ा उठ खड़ा हुआ. ഒരു ദിവസം രണ്ട് കിസാൻ എന്നാൽ കർഷകരുടെ ഇടയിൽ സമീൻ കോ ലേക്കർ ഭൂമിയെ ചൊല്ലി ഝഗട ഉട്ട് ഖടാ ഹുവ തർക്കം ഉടലെടുത്തു. മാമല ഗംഭീർദ മാമല എന്നാൽ വിഷയം വളരെ സീരിയസ് ആയിരുന്നു. ഠീലെ വാലെ ലഡ്കിയെ ഇतनी चर्चा दी कि वे राजा के दरबार में जाने के बजाय उसी के पास गया और उसको अपने झगड़ा के बारे में बताया. ഠീലെ വാലെ ലഡ്കിക്ക് ഇത്തനി ചർച്ച ദി. ഈ കുന്നിൻ്റെ മുകളിലിരിക്കുന്ന ഈ കുട്ടിയെക്കുറിച്ച് അത്രയേറെ ചർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ രാജാക്കെ ദർബാരമേ ജാനേക്കെ ബജ ഇവർ ഈ രണ്ട് കർഷകർ എന്താണ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോകുന്നതിന് പകരം ഈ കുട്ടിയുടെ അടുത്തേക്ക് പോയി. ഓർ ഉസ്കെ അപ്പനെ ഝഗടേക്കെ ബാരേമേ ബതായ എന്നിട്ട് ഈ കുട്ടിയോട് തങ്ങളുടെ തർക്കത്തിൻ്റെ കാര്യം പറഞ്ഞു. ലഡ്കേനെ ബഡി ഗംഭീരത സെ ദോനോ കിസാനോ കി ബയാൻ സുനെ. കുട്ടി വളരെ ഗംഭീരത എന്നാൽ ഗൗരവത്തോടു കൂടി തന്നെ ദോനോ കിസാനോങ്കി രണ്ട് കർഷകരുടെയും ബയാൻ സുനെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടുപേരുടെയും കേട്ടു. ഉസ്കെ ബാദ് ഉസ്നെ ജോ ഫൈസ്ല ദിയ ഉസെ സുൻകർ വേ ദംഗ് രഹ് ഗയ. അതിനുശേഷം ഈ കുട്ടി പറഞ്ഞ വിധി കേട്ടപ്പോൾ രണ്ടുപേരും സ്തബ്ധരായിപ്പോയി. ഉസ് ദിൻ കെ ബാദ് സെ തോ നഗർ കെ സഫി ലോഗ് അപ്പനി ഫരിയാദ് ലേക്കർ यहाँ आने लगे. राजा के दरबार में कोई न जाता और ऐसा काफ़ी नहीं हुआ कि लड़के के फैसला से उन्हें संतोष न हुआ हो. धीरे धीरे यह बात राजा के कानों तक पहुंची. उसको बहुत क्रोध आया. उसने गर्ज कर कहा, उस चौकर की एक मजाल की अपने को मुझसे अच्छा न्यायकर्ता समझे. मैं इस किस्सों में विश्वासता नहीं करता. मैं खुद जाकर देखूंगा. उस दिन के बाद तो നഗർ കെ സഫി ലോഗ് ആ ദിവസത്തിന് ശേഷം നഗരത്തിലുള്ള എല്ലാ ആൾക്കാരും തങ്ങളുടെ പരാതികളുമായി ഈ കുട്ടിയുടെ അടുത്ത് വരാൻ തുടങ്ങി. രാജാക്കെ ദർബാർ മേ കോയി ന ജാത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ആരും പോകാതെയായി. और ऐसा काफ़ी नहीं हुआ कि लड़के के फैसला से उन्हें संतोष न हुआ हो. മാത്രമല്ല ഈ കുട്ടിയുടെ തീരുമാനത്തിൽ എല്ലാവരും സന്തോഷവാന്മാരായിരുന്നു. ധീരെ ധീരെ यह बात राजा के कानों तक पहुंची. പതുക്കെ ഈ വാർത്ത രാജാവിൻ്റെ കാതുകളിലും എത്തി. ഉസ്കോ ബഹുത് ക്രോധായ അദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്നു. ഉസ്നെ ഗർജിക്കർ കഹ അദ്ദേഹം അലറിക്കൊണ്ട് പറഞ്ഞു, ആ കുട്ടി എന്താണ് കരുതിയിരിക്കുന്നത്, എന്നേക്കാളും വലിയ ന്യായാധിപൻ ആണെന്നാണോ? മൈ മീൻസ് കിസോമേ വിശ്വാസ് ന കർത്ത ഞാൻ ഈ കഥകളൊന്നും വിശ്വസിക്കുന്നില്ല. മൈ കൊച്ച് ചക്കർ ദേഖൂങ്ക ഞാൻ സ്വയം പോയി നോക്കും. ऐसा कहकर राजा अपने लाव लश्कर के साथ उस मैदान में पहुंचा जहां लड़के अपना प्रिय खेल खेल रहा था. बड़ी देर तक राजा उनका खेल देखता रहा. वह स्तंभित रहा गया. उसने अपने मंत्री से कहा, लड़का सचमुच बहुत बुद्धिमान है. इतनी छोटी उम्र में इतनी बुद्धि का होना आश्चर्य की बात है. इसकी न्याय बुद्धि के आगे तो बड़े बड़ों को लोहा मानना पड़ेगा. ऐसा कहकर राजा अपने लाव लश्कर के साथ उस मैदान में पहुंचा जहां लड़के अपना प्रिय खेल खेल रहे थे. ഇത് പറഞ്ഞുകൊണ്ട് രാജാവ് പരിവാരങ്ങളോടൊപ്പം ആ മൈതാനത്തിലേക്ക് പോയി. എവിടെയാണോ ആ കുട്ടികൾ തങ്ങളുടെ പ്രിയപ്പെട്ട കളി കളിക്കുന്നത് ആ മൈതാനത്തിലേക്ക് പോയി. ബഡി ദേർ തക് രാജ ഉൻക ഖേൽ ദേഖ് രഹ വളരെ നേരം രാജാവ് അവരുടെ കളി കണ്ടുകൊണ്ടേയിരുന്നു. വഹ് സ്തംഭിത് രഹ് ഗയ അദ്ദേഹം വളരെ സ്തബ്ധനായി അവിടെ നിന്നു. ഉസ്നെ അപ്നി മന്ത്രി സെ കഹ ലഡ്ക സച്മുച്ച് ബഹുത് ബുദ്ധിമാൻ ഹെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മന്ത്രിയോട് പറഞ്ഞു, ഈ കുട്ടി സത്യത്തിൽ വളരെ ബുദ്ധിമാനാണ്. ഇത്തനി ചോട്ടി ഉമർമേം ഇത്തനി ബുദ്ധി ക ഹോന ആശ്ചര്യ കി ബാത് ഹെ ഇത്രയും ചെറിയ വയസ്സിൽ ഇത്രയേറെ ബുദ്ധിയുള്ളത് ഒരു ആശ്ചര്യമുള്ളൊരു കാര്യമാണ്. ഇസ്കി ന്യായബുദ്ധിക്ക് ആകെ തോ ബെഡെ ബെഡോങ്കോ ലോഹ മാന്ന പടേക ഈ കുട്ടിയുടെ നീതിബോധത്തിന് മുന്നിൽ വലിയ വലിയ ആൾക്കാർ പോലും തലകുനിക്കേണ്ടി വരും. ഉസി സമയ കിസിനെ രാജാ കോ ബതായ ലേക്കിൻ മഹാരാജ് ये तो रोज वाला लड़का नहीं है, वह बीमारी हो गया है. इस कारण कोई नया ही लड़का ठेले पर बैठा है. यह तो और भी आश्चर्य की बात है. हो न हो पत्थर की इस कुर्सी में हो कोई चमत्कार है. मैं इसकी जांच करूँगा. उसी समय किसी ने രാജാ കോ ബതായ ഈ സമയത്ത്
ആരോ രാജാവിനോട് പറഞ്ഞു. ലേക്കിൻ മഹാരാജ് യഹ് റോസ് വാല ലഡ്ക നഹി ഹെ, ഇത് എന്നും രാജാവാകുന്ന ആ കുട്ടിയല്ല. വഹ് ബീമാർ ഹോ ഗയാ ഹെ, ബീമാർ എന്നാൽ അസുഖം, എന്തോ അസുഖമാണ്. ഇസ് കാരൻ കോയി നയാ ഹി ലഡ്ക ഠീലെ പർ ബൈഠാ ഹെ, ഈ കാരണം കൊണ്ട് പുതിയൊരു കുട്ടിയാണ് ഇപ്പോൾ ഈ കല്ലിൻ്റെ പുറത്തിരിക്കുന്നത്. ഇത് ഓർ ബി ആശ്ചര്യ ബാത് ഹെ, ഇത് കുറച്ചുകൂടി അത്ഭുതകരമായൊരു കാര്യമാണല്ലോ. ഹോ ന ഹോ പത്തർ കി കുർസി മേം ഹി കോയി ചമത്കാർ ഹെ, ഒരു പക്ഷേ ഈ കല്ലിൻ്റെ ഈ ഇരിപ്പിടത്തിന് എന്തെങ്കിലും അത്ഭുതമുണ്ടാകും. മേം ഇസ്കി ഗാജ് കരുങ്ക, ഞാനിത് എന്താണെന്ന് അന്വേഷിക്കാം. രാജാ കാ ഇഷാര പാത്തേ ഹി ഉസ് സ്ഥാൻ കോ खोद कर पत्थर को बाहर निकाला गया. राजा ने देखा कि वह पत्थर नहीं, बहुत ही सुंदर सिंहासन था. उस पर बहुत बारीक और खूबसूरत मूर्तियां खुदी हुई थी. उसके चारों बायों पर 4 देवदूतों की मूर्तियां बनी हुई थी. चारों ओर खबर फैल गई. बात ही बात में वहाँ अच्छी खासी भीड़ जमा हो गई. विद्वान पंडितों ने बताया कि वह कोई ऐसा सिंहासन नहीं था. सदियां पुराना राजा विक्रमादित्य का सिंहासन था. राजा विक्रमादित्य अपने न्याय और विवेक के लिए बहुत प्रसिद्ध थे. राजा का इशारा पाते ही उस स्थान को खोद कर पत्थर को बाहर निकाला गया. രാജാവിൻ്റെ ഓർഡർ അനുസരിച്ച് ആ സ്ഥാനത്ത് കുഴിച്ചിട്ട് ആ കല്ലിനെ പുറത്തേക്കെടുത്തു. രാജാനെ ദേഖാക്കി വഹ് പത്തർ നഹി, പുറത്തെടുത്തപ്പോൾ രാജാവ് എന്താണ് കണ്ടത്? അത് കല്ലായിരുന്നില്ല. ബഹുത്സി സുന്ദർ സിംഹാസൻ, അത് വളരെ സുന്ദരമായൊരു സിംഹാസനമായിരുന്നു. ഉസ്പർ ബഹുത്ത് ബാരിക് അവർ ഖൂബ്സൂരത് മൂർത്തിയ ഖുദി ഹുയി ഥി, ആ സിംഹാസനത്തിൽ വളരെ ബാരിക് എന്നാൽ സങ്കീർണവും മനോഹരവുമായ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഉസ്കെ ചാരോം പായോം പർ, പായോം എന്നാൽ കാലുകൾ, അതിൻ്റെ 4 കാലുകളിലും 4 ദേവദൂതോം കി മൂർത്തിയ ബനി ഹുയി ഥി, അതിൻ്റെ 4 കാലുകളിലും 4 മാലാഖമാരുടെ പ്രതിമകൾ ഉണ്ടായിരുന്നു. ചാരോ മോർ ഖബർ ഫൈൽ ഹുയി, 4 പാടും ന്യൂസ് സ്പ്രെഡായി. ബാത് ഹി ബാത് മേം വഹാം അച്ഛി ഖാസി ഫീഡ് ജമാ ഹോ ഗയി, നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടി. വിദ്വാൻ പണ്ഡിതോം നെ ബതായ കി വഹ് കോയി ഐസാ വൈസാ സിംഹാസൻ നഹി ഥ, വിജ്ഞാനികളായ പണ്ഡിതന്മാർ വന്നിട്ട് അവർ പറഞ്ഞു, ഇത് വെറുമൊരു സിംഹാസനമല്ല. സതിയാ പുരാന രാജ വിക്രമാദിത്യക്ക് സിംഹാസൻ ഥ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജാ വിക്രമാദിത്യൻ്റെ സിംഹാസനമാണ്. രാജാ വിക്രമാദിത്യ അപ്പനെ ന്യായ് അവർ വിവേക് ലിയെ ബഹുത്ത് പ്രസിദ്ധത, രാജ വിക്രമാദിത്യൻ അദ്ദേഹത്തിൻ്റെ നീതിയിലും വിജ്ഞാനത്തിലും വളരെ പ്രസിദ്ധനാണ്. राजा ने आज्ञा दी कि सिंहासन को ले जाकर राजदरबार में रख दिया जाए. उसने कहा, मैं इस पर बैठकर अपनी प्रजा की फरियाद सुनूंगा और अपना फैसला करूंगा. अगले दिन राजा दरबार में आया और सीधे उस सिंहासन के ओर बढ़ा. वह उस पर बैठने ही वाला था कि किसी की आवाज सुनाई थी, ठहरो. राजा ने आज्ञा दी कि सिंहासन को ले जाकर राजदरबार में रख दिया जाए. ഈ സിംഹാസനത്തിനെ എടുത്ത് രാജകൊട്ടാരത്തിൽ വയ്ക്കാൻ രാജാവ് ആജ്ഞ നൽകി. ഉസ്നെ കഹാ മൈ മിസ് പർ ബൈഠ്കർ അപ്പനി പ്രജാക്കി ഫരിയ സുനൂങ്ക ഔർ ഫൈസ്ല കരൂങ്ക, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സിംഹാസനത്തിൽ നിന്ന് പ്രജകളുടെ പരാതികൾ കേൾക്കുകയും അതിനുള്ള വിധി പറയുകയും ചെയ്യും. അഗലേ ദിൻ രാജാ ദർബാർമേം ആയ ഔർ സീതെ ഉസ് സിംഹാസൻ കെ ഓർ ബഡ. അഗലേ ദിൻ നെക്സ്റ്റ് ഡേ രാജാവ് ദർബാറിൽ വന്ന് സിംഹാസനത്തിലിരിക്കാൻ മുന്നോട്ട് നീങ്ങി. വഹ് ഉസ് പർ ബൈഠ്നെ ഹി വാലാ ഥാ കി കിസി കി ആവാസ് സുനി ഥി, ടെഹറോ. അദ്ദേഹം ആ സിംഹാസനത്തിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു, ടെഹറോ, നിൽക്കൂ എന്ന് ആരോ ഉറക്കെ പറയുന്നത് കേട്ടു. രാജാനെ രുക്കർ ചാരോ മോർ ദേഖ, രാജാവ് നിന്നുകൊണ്ട് ചുറ്റും നോക്കി. കോയി നസർ നഹി ആയ, ആരെയും കണ്ടില്ല. വഹ് ഫിർ സിംഹാസൻ കി ഓർ ബഡ, ഫിർ ഇസി പ്രകാർ ആവാസായി. അദ്ദേഹം വീണ്ടും സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് പോയി. വീണ്ടും ആ ശബ്ദം കേട്ടു, ടെഹറോ, വീണ്ടും പറഞ്ഞു നിൽക്കൂ എന്ന് ശബ്ദം കേട്ടു. ഇസ് ബാർ രാജാനെ ആശ്ചര്യ സെ ദേഖാ കി സിംഹാസൻ കെ ഏക് പായെ പർ ബനി മൂർത്തി ബോൾ രഹി ഹെ. ഇത്തവണ രാജാവ് കണ്ടു സിംഹാസനത്തിൻ്റെ 4 കാലിൽ ഒരു കാലിലുള്ള ഒരു മൂർത്തിയാണ് ഈ സംസാരിക്കുന്നതെന്ന്. മൂർത്തിനെ കഹാ, ക്യാ തും ഈ സിംഹാസൻ മേ ബൈഠ്നെ യോഗ്യ ഹെ, ക്യാ തുമേ പൂരാ വിശ്വാസ് ഹെ കി തുമ്നെ കോയി ചോരി നഹി കി ഹെ. മൂർത്തി അദ്ദേഹത്തോട് ചോദിച്ചു, ക്യാ തും ഈ സിംഹാസൻ മേ ബൈഠ്നെ യോഗ്യ ഹെ, നിങ്ങൾ ഈ സിംഹാസനത്തിലിരിക്കാൻ യോഗ്യനാണോ? ക്യാ തും ഹെ പൂരാ വിശ്വാസ് ഹെ കി തുമ്നെ കഫി ചോരി ന കി ഹെ,
നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടോ ഇതുവരേക്കും നിങ്ങൾ ഒന്നും തന്നെ മോഷ്ടിച്ചിട്ടില്ല എന്ന്? രാജാനെ ലജ്ഞ से सर चुका लिया। वह सच है कि हाल में ही मैंने अपने एक दरबारी की जमीन पर कब्जा कर लिया था क्योंकि मैं उससे नाराज हो गया था। രാജാനെ ലജ്ജ സെ സർ ചുക്കാ ലിയ. രാജാവ് നാണിച്ച് തലകുനിച്ചു. രാജാവ് അടുത്തിടെ വളരെ ദേഷ്യത്തിൽ ഒരു ദർബാരിയുടെ ജമീൻ ഭൂമി പിടിച്ചെടുത്തു. തബ് തോ തും ഇസേ യോഗ്യ നഹി ഹേ. मूर्ति ने कहा तुमको 3 दिन तक प्रायश्चित करने होगा। यह कहकर मूर्ति अपने पंख फैलाकर आकाश में उड़ गई। तब तो तुम इसके योग्य नहीं है. അപ്പോൾ താങ്കൾ ഇതിലിരിക്കാൻ യോഗ്യനല്ല. മൂർത്തിനെ കഹ തുമക്കോ 3 दिन तक प्रायश्चित करना होगा. നിങ്ങൾ 3 ദിവസം പ്രായശ്ചിത്തം ചെയ്യേണ്ടതാണ്. ഏ कहकर മൂർത്തി अपने पंख फैलाकर आकाश में उड़ गई. ഇത് പറഞ്ഞുകൊണ്ട് ആ മൂർത്തി അതിൻ്റെ ചിറക് വിരിച്ച് ആകാശത്തിലേക്ക് പറന്നുപോയി. രാജാനെ 3 दिन तक उपवास किया और प्रार्थना की. 14वें दिन वह फिर दरबार में आया. ज्यों ही सिंहासन पर बैठने लगा दूसरी मूर्ति ने कहा ठहरो, तुम विश्वास के साथ कह सकते हो कि तुम्हें कभी झूठ नहीं बोला. രാജാനെ 3 दिन तक उपवास किया. രാജാവ് 3 ദിവസം ഉപവസിച്ച് और प्रार्थना की പ്രാർത്ഥിച്ചു. 14वें दिन 4ാം ദിവസം फिर दरबार में आया. 4ാം ദിവസം അദ്ദേഹം വീണ്ടും കൊട്ടാരത്തിലേക്ക് വന്നു. ज्यों ही सिंहासन पर बैठने लगा दूसरी मूर्ति ने कहा. സിംഹാസനത്തിലേക്ക് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ മൂർത്തി പറഞ്ഞു ठहरो, നിൽക്കൂ. तुम विश्वास के साथ कह सकते हो कि तुम्हें कभी झूठ नहीं बोला. നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കുമോ നിങ്ങൾ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല എന്ന്? രാജ सकपकाया. झूठ तो अपनी किसी न किसी मुसीबत से बचने के लिए कई बार बोला था. राजा पीछे हट गया. दूसरी मूर्ति भी पंख फैलाकर आकाश में उड़ गई. രാജ सकपकाയ. രാജാവ് ഞെട്ടിപ്പോയി. झूठ तो अपने किसी न किसी मुसीबत के बचने के लिए कई बार बोला था. രാജാവ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി കള്ളം പറഞ്ഞിട്ടുണ്ട്. രാജ പീछे हट गया. രാജാവ് സിംഹാസനത്തിലിരിക്കുന്നതിൽ നിന്നും പിൻവാങ്ങി. ദൂസരി മൂർത്തി പി പങ്ക് ഫൈലാക്കർ ആകാശമേ മുറുകയി. രണ്ടാമത്തെ മൂർത്തിയും ചിറക് വിരിച്ച് ആകാശത്തിലേക്ക് പറന്നുപോയി. രാജാനെ 3 दिन तक फिर उपवास और पूजा पाठ किया. तीसरी बार वह फिर सिंहासन में बैठने के लिए आगे बढ़ा. हिचकिचाते हुए वह आगे बढ़ा. वह बैठने ही वाला था कि तीसरी मूर्ति ने पूछा बैठने के पहले यह बताओ कि क्या तुमने कभी किसी को चोट नहीं पहुंचाई है. राजा ने 3 दिन तक फिर उपवास और पूजा पाठ किया. രാജാവ് വീണ്ടും 3 ദിവസം ഉപവാസം ചെയ്ത് പൂജാപാഠ് പ്രാർത്ഥനയെല്ലാം ചെയ്തു. तीसरी बार वह फिर सिंहासन पर बैठने के लिए आगे बढ़ा. മൂന്നാമത്തെ തവണ വീണ്ടും അദ്ദേഹം സിംഹാസനത്തിലിരിക്കാൻ മുന്നേക്ക് വന്നു. ഹിച്കിച്ചാത്തെ ഹുയെ. മടിച്ച് അദ്ദേഹം മുന്നോട്ട് വന്നത്. വഹ് बैठने ही वाला था कि तीसरी मूर्ति ने पूछा. അദ്ദേഹം ഇരിക്കാൻ തുടങ്ങുമ്പോൾ മൂന്നാമത്തെ മൂർത്തി ചോദിച്ചു बैठने के पहले यह बताओ कि क्या तुम्हें कभी किसी को चोट नहीं पहुंचाई है. ഇരിക്കുന്നതിന് മുമ്പ് ഇത് പറയൂ, ഇതുവരെയും നിങ്ങൾ ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന്. രാജ പീछे हट गया. രാജാവ് പിന്നിലേക്ക് മാറി. तीसरी मूर्ति भी अपने पंख फैलाकर उड़ गई. മൂന്നാമത്തെ മൂർത്തിയും ചിറക് വിരിച്ച് പറന്നുപോയി. फिर 3 दिन तक उपवास और प्रार्थना करके बाद राजा सिंहासन की ओर बढ़ा. വീണ്ടും 3 ദിവസം അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വീണ്ടും സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഉസ്കെ പൈർ ലട്ഖട ഹുയെ. അദ്ദേഹത്തിൻ്റെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. ചൗദി മൂർത്തിനെ കഹ. നാലാമത്തെ മൂർത്തി പറഞ്ഞു ठहरो, जो लड़के इस सिंहासन में बैठे थे वे फोले फाले थे, उनके मन भी कलुष नहीं था. अगर तुम विश्वास है कि तुम योगी हो तो इस सिंहासन पर बैठ सकते हो. വീണ്ടും അദ്ദേഹം മടിച്ച് കാലിടറിക്കൊണ്ട് സിംഹാസനത്തിലിരിക്കാൻ ചെന്നപ്പോൾ നാലാമത്തെ മൂർത്തി പറഞ്ഞു നിൽക്കൂ. ജോ ലട്കെ ഈ സിംഹാസൻ പർ ബൈഠേ. ഈ സിംഹാസനത്തിരുന്ന കുട്ടികൾ വേ ഭോലെ ഭാലേതേ. അവർ നിരപരാധികളായിരുന്നു. ഉൻകെ മന്മേം കലുഷ് നഹീത. അവരുടെ മനസ്സിൽ തിന്മകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അഗർ തുംകോ വിശ്വാസ് ഹേ തോ തും ഇസ് യോഗി ഹോ തോ ഈ സിംഹാസൻ പർ ബൈഠ് സക്തേ ഹേ. നിങ്ങൾക്ക് ഈ യോഗ്യതയെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിംഹാസനത്തിലേക്ക് ഇരുന്നോളൂ. രാജ ബെഡി ദേർ തക് സോച്ച് രഹാ. ഫിർ ഉസ്നെ मन ही मन कहा अगर एक लड़का इस पर बैठ सकते हो है तो भला मैं क्यों नहीं बैठ सकता हूँ. मैं राजा हूँ, मुझसे ज़्यादा धनवान बलवान और बुद्धिमान भला और कौन होगा. मैं अवश्य इस सिंहासन पर बैठने योग्य हूँ. രാജാവ് വളരെ നേരം ചിന്തിച്ചുകൊണ്ട് നിന്നു. ഫിർ ഉസ്നെ ഹി മൻ കഹ. അതിനുശേഷം അദ്ദേഹം മനസ്സിൽ പറഞ്ഞു അഗർ ഏക് ലട്ക ഇസ് പർ ബൈഠ് സക്തേ ഹോ. ഒരു കുട്ടിക്ക് ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കിരിക്കാൻ കഴിയില്ല. മൈം രാജാഹും. ഞാൻ രാജാവാണ്. മുസ്സെ ജ്യാദാ ധൻവാൻ. എന്നെക്കാളും ധനവാനും
ബലവാനും ബുദ്ധിമാനും വേറെ ആരാണുള്ളത്? मैं अवश्य सिंहासन पर बैठने योग्य है, ഞാൻ തീർച്ചയായും ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യനാണ്. ये कहकर राजा सिंहासन की ओर दृढ़ कदमों से बढ़ा, लेकिन उसी समय चौधी मूर्ति पंख फैलाकर सिंहासन समेत आकाश में उड़ गई. ये कहकर ഇത് പറഞ്ഞുകൊണ്ട് രാജാ സിംഹാസൻ की ओर दृढ़ കദ്മോം സെ ബഡ, ഇത് പറഞ്ഞുകൊണ്ട് രാജാവ് ഉറച്ച ചുവടുകളോടുകൂടി സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി. ലേക്കിൻ ഉസി സമയ ചൗദി മൂർത്തി, പക്ഷേ ഈ സമയം നാലാമത്തെ മൂർത്തി ചിറക് വിരിച്ച് സിംഹാസൻ കി സമേത്, ആ സിംഹാസനത്തോടു കൂടി തന്നെ ആകാശത്തിലേക്ക്